ശിശുവിൻ്റെ നാവിൽ എന്തിനാണ് ഓം എന്നെഴുതുന്നത്? കേൾക്കുമ്പോൾ ഒരു പഴഞ്ചൻ ഏർപ്പാടെന്നോ അന്ധവിശ്വാസമെന്നോ ഒക്കെ തോന്നാവുന്ന ഒരു ചടങ്ങാണിത്. ഇതിനെ പഴമക്കാർ ജാതകർമ്മ സംസ്കാരം എന്നാണ് വിളിക്കുന്നത്. പ്രസവം കഴിഞ്ഞാൽ ഉടൻ ചെയ്യുന്ന ഒരു കർമ്മമാണിത്. തണുപ്പേൽക്കാത്ത സ്ഥലത്തിരുന്ന് നല്ല ചിന്തകളോടെ ശുദ്ധമായതും തണുപ്പ് മാറിയതുമായ വെള്ളം കൊണ്ട് കുഞ്ഞിനെ ആദ്യമായി കുളിപ്പിക്കണം. തുടർന്ന് ശുഭ്രവസ്ത്രത്തിൽ പൊതിഞ്ഞ ശിശുവിനെ പിതാവിനെ ഏൽപ്പിക്കണം. ഏറ്റുവാങ്ങിയ കുഞ്ഞുമായി പിതാവ് നിലവിളക്കിന് അഭിമുഖമായി ഇരിക്കുന്നു. അതിനുശേഷം നെയ്യും തേനും തുല്യം കൂട്ടിച്ചേർത്ത് അതിൽ സ്വർണവും ഉരച്ച മിശ്രിതം കൊണ്ട് പിതാവ് ശിശുവിൻ്റെ നാവിൽ ഓം എന്നെഴുതണം. എന്നിട്ട് കുഞ്ഞിനെ ആശീർവദിക്കുകയും വേണം. ശിശു സത്യം പാലിക്കുന്നവനും പരിശുദ്ധിയുള്ളവനും മധുരമായി സംഭാഷണം ചെയ്യുന്നവനും ദീർഘായുസ്സുള്ളവനുമായിരിക്കണമെന്നാണ് പിതാവ് ആശീർവദിക്കേണ്ടതെന്നും വിധിയുണ്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം മാതാവിൻ്റെ ശരീരത്തിലും ശിശുവിൻ്റെ ശരീരത്തിലും ഗ്രഹത്തിലും തീർത്ഥം തളിക്കണം.